നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കോഡ് കട്ടിങ്. കേൾക്കുമ്പോൾ വിചാരിക്കും, ഓ കോഡ് കട്ടിങ് ഇവർ എന്തായി പറയുന്നത്. കോഡ് കട്ടിങ് വളരെ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ പാസ്റ്റിൽ നമ്മളുടെ കൂടെ കർമ്മങ്ങൾ ചെയ്തു പോയിട്ടുള്ള ആളുകൾ, അത് നമ്മൾ പറയില്ലേ, ഭഗവത്ഗീതയാണെങ്കിലും സ്പിരിച്വൽ ബൈബിൾ ആണെങ്കിലും ഒക്കെ പറയുന്നത് എന്താണ്, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. എന്ത് സംഭവിക്കുന്നതും അതിനൊരു റീസൺ ഉണ്ട് അതിന് പിന്നിൽ. അപ്പം നമ്മുടെ ലൈഫിൽ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് ഡിവൈനായിട്ട് തന്നിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് അല്ല, ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിൽ ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫിലുള്ള ആളുകൾ, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, റിലേഷൻഷിപ്സ് ആവാം, നമ്മുടെ പേരൻസ് ആവാം, എല്ലാം ബ്ലെസ്സിങ്സ് ആണ്. അത് നമുക്ക് ഡിവൈൻ തന്നതാണ്. ശരിക്കും നമ്മൾ ഡിസേർവ് ചെയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ അവർക്കൊരു ഗസ്റ്റ് റോൾ മാത്രമുള്ള ആളുകൾ നമ്മളുടെ ലൈഫിൽ ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആളുകൾ പക്ഷേ എന്നാലും നമുക്ക് അവരുടെ മെമ്മറീസ്, നമ്മൾ മനുഷ്യരല്ലേ, നമ്മുടെ മൈൻഡിൽ ആ ഒരു വ്യക്തിയുടെ മെമ്മറീസ് എപ്പോഴും ഉണ്ടാവും. അങ്ങനെയുള്ള മെമ്മറീസിനെ റിലീസ് ചെയ്യാനായിട്ടാണ് നമ്മൾ കോഡ് കട്ടിങ് യൂസ് ചെയ്യുന്നത്. കാരണം ആ ഒരു നെഗറ്റീവായിട്ടുള്ള അവരുടെ ആ ഒരു തോട്ട്സ് നമ്മളുടെ സോളിൻ്റെ നെഗറ്റീവ് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. നമ്മുടെ സോൾ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടേക്കുള്ള ഒരു ലൈഫിൽ നമുക്കൊരു ട്രോമാസ് ആയിട്ട് ഒരു മെമ്മറീസ് നിൽക്കുന്നുണ്ടാവും. അതിനെ റിലീസ് ചെയ്യാനാണ് നമ്മൾ കോഡ് കട്ടിങ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനുവേണ്ടി ഫസ്റ്റിൽ നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾ ഏത് ഡിവൈൻ പവറിലാണോ ട്രസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ചിലർ ജീസസിലായിരിക്കാം ട്രസ്റ്റ് ചെയ്യുന്നത്, ചിലർ നിങ്ങളുടെ ആർക്കേഞ്ചൽസ്, മൈക്കിൾസ്, അങ്ങനെ ഏഞ്ചൽസ് ആയിരിക്കാം. നിങ്ങളുടെ എല്ലാ ഡിവൈൻ പവേഴ്സിനെയും നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷനിൽ എന്നെ അസസ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുക, പ്രെയർ ചെയ്യുക. അതിനുശേഷം ഏതൊരു വ്യക്തിയുടെ മെമ്മറിയാണോ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ഹൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ചിന്തിക്കുക. ആ ഒരു ത്രെഡ്, ആ ഒരു സോളിനോട് പറയുക, നിങ്ങളും ഞാനുമായിട്ടുള്ള ഒരു കാർമിക് ലെസൺസ് എൻഡായി കഴിഞ്ഞു, ഇനി ആ ഒരു മെമ്മറീസ് ഒരിക്കലും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കാൻ പാടില്ല. ഈ ഒരു എല്ലാ മൊമെൻറ്റ്സും നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ മൊമെൻറ്റ്സും മെമ്മറീസും ഞാൻ റിലീസ് ചെയ്യുകയാണ്, നിങ്ങളോട് ഫൊർഗീവ് ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ത്രെഡ് വലിച്ചു പൊട്ടിക്കുക. അതിനുശേഷം നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു എനർജി എല്ലാം റിലീസായി എന്നുള്ളത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു വല്ലാത്തൊരു ആശ്വാസം ഫീൽ ചെയ്യും. എന്തോ ഒരു വല്ലാത്തൊരു ആശ്വാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഉറപ്പായിട്ടും. ഇത് നിങ്ങളുടെ സോൾ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ ഏത് ഡിവൈൻ പവറിനെയൊക്കെയാണോ വിളിച്ചത് അവർക്കൊക്കെ താങ്ക് യു പറയുക. ഈ ഒരു മെഡിറ്റേഷനിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തതായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ഓർത്ത് അത് എത്രമാത്രം അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, ആ ഒരു എനർജി. എന്നിട്ട് വേണം ആ ഒരു ആ ഒരു ത്രെഡിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വലിയൊരു റിലീഫ് ഫീൽ ചെയ്യും. മസ്റ്റായിട്ട് നിങ്ങളിത് ചെയ്യുക. കാരണം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കൂടെ കാർമിക്കായിട്ട് നിന്ന ആളുകൾ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഈ ഒരു ടൈമിൽ ഇല്ലാത്ത ആളുകളെല്ലാം നിങ്ങളുടെ കാർമിക്സ് ആയിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കളയാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആണ്, സോൾമേറ്റ്സ് ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യേണ്ട. കാരണം ഇത് വെറുതെയാണ്. കാരണം ഇങ്ങനെയുള്ള നമ്മൾ ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിലും സോൾമേറ്റ്സ് ആണെങ്കിലും ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ എന്തോരം കോഡ് കട്ട് ചെയ്ത് കളഞ്ഞാലും വീണ്ടും ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഡിവൈൻ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സോൾമേറ്റ്സ് ആണ്, ട്വിൻ ഫ്ലെയിംസ് ആണ് എന്നൊക്കെ. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ്, നിങ്ങളുടെ സോൾമേറ്റ്സ് ടോക്സിക് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ മസ്റ്റായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ്സ് ആ ഒരു സ്പിരിച്വൽ കണക്ഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാണ് നിങ്ങളെങ്കിലും മസ്റ്റായിട്ടും നിങ്ങൾ എക്സാക്റ്റ് എന്താണ് ആ ഒരു സോള് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളത് എന്താണ്. അപ്പം നിങ്ങളുടെ സോൾമേറ്റ്സ് ആണെങ്കിലും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെങ്കിലും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെങ്കിലും അത് നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഷാഡോ സൈഡാണ് അവരെടുത്ത് കാണിക്കുന്നത്. നിങ്ങളിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ ആ ഒരു വ്യക്തിയും ചേഞ്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പം കോഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് കോഡ് കട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. പക്ഷേ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വീണ്ടും റീകണക്റ്റ് ആവുന്നുണ്ടാവും ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്. ഓക്കെ, സോ അപ്പം ഈ ഒരു ഡൗട്ട്സ് മസ്റ്റായിട്ടും കമൻറ്റ് സെക്ഷനിൽ വരും. ഞാൻ ട്വിൻ ഫ്ലെയിം ആണ്, അപ്പോൾ എനിക്ക് കോഡ് കട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ട്വിൻ ഫ്ലെയിംസ് നിങ്ങളുടെ ട്രൂ ലവ് ആണ്, നിങ്ങൾ ഡെസ്റ്റൈൻഡ് ആണ്. അപ്പം ഇങ്ങനെയുള്ള കണക്ഷൻസ് ഒന്നും ഒരിക്കലും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ താങ്ക് യു.